വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടി ഡെൽറ്റ ഫോഴ്സ. ഇദ്ദേഹത്തെ പിടികൂടി നാട് കടത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ സ്ഥിരീകരിച്ചു. ഇദ്ദേഹത്തിന്റെ ഭാര്യയും പിടികൂടിയിട്ടുണ്ട്. UN സുരക്ഷാ കൗൺസിൽ യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റഷ്യ രംഗത്ത് വന്നിരിക്കുന്നു. ഒപ്പം തന്നെ വെനസ്വേലയിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന് ബെൽജിയം അറിയിച്ചിരിക്കുന്നു. ഇതിനിടെ വെനസ്വേലിയൻ സൈനിക മേധാവി കീഴടങ്ങാൻ വിസമ്മതിച്ചു എന്നുള്ള വാർത്തയും പുറത്തുവരുന്നുണ്ട്. വിജയം വരെ പോരാടുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇപ്പോൾ പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, നാടകീയമായ നീക്കങ്ങൾ സംഭവിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ച ഒരു വാക്കാണ്. മഡൂറോ നിലവിൽ വെനിസ്വേലയുടെ പ്രസിഡന്റ് അല്ല, മറിച്ച് ഒരു നാർക്കോ ടെറർ, അതായത് ഒരു മയക്കുമരുന്ന് ശൃംഖലയുടെ മേധാവി മാത്രമാണ് എന്നൊരു വ്യാഖ്യാനം ചമച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ ഈ പ്രശ്നം തന്നെയായിരുന്നു നേരത്തെ ഉന്നയിച്ചിരുന്നത് അമേരിക്ക എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അമേരിക്ക ഉന്നയിച്ചിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് അമേരിക്കയിലേക്കും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങളിലേക്കും മയക്കുമരുന്ന് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കടത്തുന്നതിന് വേണ്ടി കരീബിയൻ കടലിലെ സൈനിക സംവിധാനങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെനിസ്വേലയുടെ മറ്റു ബോട്ട് സംവിധാനങ്ങളും അല്ലെങ്കിൽ നാവിഗേഷൻ സംവിധാനങ്ങളും എല്ലാം പ്രയോജനപ്പെടുത്തുന്നു എന്ന ഒരു ആരോപണമാണ് തുടക്കത്തിൽ തന്നെ ഈ യുദ്ധത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ഈ ആക്രമണത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിക്കോളാസ് മഡൂറോയെ അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പിടികൂടി നാട് കടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം നാട് കടത്തിയതിന് ശേഷം മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ നാട് കടത്തപ്പെട്ട നിക്കോളാസ് മഡൂറോയെ അമേരിക്കയിൽ വിചാരണ നേരിടണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, പല രാഷ്ട്രങ്ങളിലും അധിനിവേശം നടക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ അവിടുത്തെ രാഷ്ട്രത്തലവന്മാരോട് അമേരിക്ക ചെയ്ത ഒരു രീതി തന്നെയാണ് ഇവിടെയും നടപ്പാക്കാൻ പോകുന്നത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടേക്കാണ് മഡൂറോയെ കൊണ്ടുപോയത് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. മഡൂറോയെ കൊണ്ടുപോയത് അമേരിക്കയിലേക്കായിരിക്കാനാണ് സാധ്യത. കാരണം അത്തരത്തിലാണ് മറുപടികൾ പുറത്തു വരുന്നത്. അമേരിക്കയിൽ വിചാരണ നേരിടണമെന്ന് കൃത്യമായി തന്നെ ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള വിശദീകരണങ്ങൾ വന്നിരിക്കുന്നു. മാത്രമല്ല, അതൊരു മയക്കുമരുന്ന് കടത്ത് സംവിധാനത്തിൻ്റെ മാഫിയയുടെ മേധാവി മാത്രമാണ് നിക്കോളാസ് മഡൂറോ എന്ന ഒരു നിലപാടാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോഴാണ് പ്രശ്നത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷയത്തിൽ പ്രതികരണങ്ങളുമായി ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും സുപ്രധാനമായത് റഷ്യ തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അടിയന്തരമായി UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം വിളിക്കണമെന്ന ഒരാവശ്യമാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈനയും മറ്റു രാജ്യങ്ങളും, ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യം നിരീക്ഷിക്കുന്നു. ജർമ്മനിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങളുണ്ടായിട്ടുണ്ട്. ബെൽജിയം യൂറോപ്യൻ രാജ്യങ്ങളുമായി സഹകരിച്ച ഈ പ്രശ്നത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ ഏത് രീതിയിൽ നടത്താൻ സാധിക്കുമെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പല രീതിയിലുള്ള ആക്രമണങ്ങൾ വെനിസ്വേലയ്ക്ക് നേരെ അമേരിക്ക മുന്നോട്ട് വയ്ക്കുകയും അല്ലെങ്കിൽ തുടങ്ങി വയ്ക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായാണ് കരീബിയൻ കടലിൽ വലിയ തോതിലുള്ളൊരു സൈനിക വിന്യാസം നടത്തിയത്. അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പൽ പോലും കരീബിയൻ കടലിൽ വിന്യസിച്ചുകൊണ്ടായിരുന്നു വെനിസ്വേലയ്ക്ക് ഒരു ഭീഷണി ഉയർത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ സമയം രാവിലെയാണ് ഈ ആക്രമണം സംബന്ധിച്ച് ചില വിശദീകരണങ്ങളും അല്ലെങ്കിൽ റിപ്പോർട്ടുകളും പുറത്തു വരികയും ഇത്തരത്തിൽ അമേരിക്കയുടെ ചില ഹെലികോപ്റ്ററുകൾ, അമേരിക്കയുടെ നാവികസേനയുടെയും അതുപോലെ തന്നെ എയർഫോഴ്സിൻ്റെയും ഷിനൂക്ക് ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ, അതായത് അതിശക്തമായ ആക്രമണം നടത്താൻ ശേഷിയുള്ള, സൈനികരെ വിന്യസിക്കാൻ പോലും ശേഷിയുള്ള, കമാൻഡോകളെ വിന്യസിപ്പിക്കാൻ പോലും ശേഷിയുള്ള സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന കൂറ്റൻ ഹെലികോപ്റ്ററുകൾ വെനിസ്വേലയുടെ വ്യോമാതിർത്തിയിൽ പറന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. കരക്കാസിൽ ഇത്തരത്തിൽ ആക്രമണം നടക്കുകയും കരക്കാസിൽ ഈ സൈനിക ആസ്ഥാനത്തിനെതിരെ വെനിസ്വേലയുടെ സൈനിക ആസ്ഥാനത്തിന് നേരെ ആക്രമണം നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ചൈനയുടെ ഇടപെടലും ചൈനയും ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് UN സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങളിൽ മിക്ക രാജ്യങ്ങളും ഇക്കാര്യത്തിൽ നിലപാടുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഇനിയും പല രാഷ്ട്രങ്ങളും ഇക്കാര്യത്തിൽ നിലപാടുകൾ അറിയിക്കുന്നുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഒരു അധിനിവേശ സ്വഭാവം തന്നെയാണ് വെനിസ്വേലയിൽ ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് സമൃദ്ധമായ എണ്ണ നിക്ഷേപം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമ്മോടൊപ്പം ചേർന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, എന്തായാലും വളരെ നാളുകളായി പറയുന്നത് പോലെ വെനസ്വേലയിൽ US-ന്റെ ചില സൈനിക നടപടികൾ ഉണ്ടായിരിക്കുന്നു. എന്നാൽ ഇന്ന് അതിശക്തമായ രീതിയിലുള്ള സൈനിക നടപടികൾ അവിടെ ഉണ്ടാകുന്നു. വെനസ്വേലയിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ തന്നെയും ബന്ദികളാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിമാറുന്നു. ഒപ്പം തന്നെ കാരക്കാസ് എന്നുള്ള തലസ്ഥാനത്ത് ഉൾപ്പെടെ നിരവധി ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര സംഘടനകളെ പോലെ, അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി വാദിക്കുന്ന ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സംഘടനകളെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് അമേരിക്കയുടെ ഒരു നിലപാട് മാറുകയല്ലേ? ക്രമത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണ്, വെല്ലും ബ്രേക്കുമില്ലാത്ത രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ചില തീരുമാനങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ ദിവസം ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇറാനിൽ അമേരിക്ക വിരുദ്ധരായ ഒരു ഭരണകൂടമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുള്ളിൽ ഇറാൻ ഗവൺമെന്റിനെതിരെ ഉണ്ടാകുന്ന ജൈവികമായ ഒരു പ്രതിഷേധം, ആ പ്രതിഷേധക്കാർക്ക് അർത്ഥവും നൽകി സഹായിക്കുന്ന അമേരിക്ക. അപ്പൊ അതൊരു കോസായി അമേരിക്ക ഏറ്റെടുത്തു. അപ്പൊ അതൊരു വശത്ത്, മറുവശത്ത് ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായ മഡൂറോ നയിക്കുന്ന വെനിസ്വേല രാജ്യം, നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ എണ്ണ സമ്പന്നമായ രാജ്യമാണ്. ഏറെക്കാലമായി ജനകീയ പ്രക്ഷോഭം ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെയുണ്ട്. കാരണം വലിയ തോതിലുള്ള അഴിമതിയും കെടുകാര്യസ്ഥതയും മിസ്മാനേജ്മെന്റും എല്ലാം ഉണ്ട്. പക്ഷേ ആ രാജ്യം ഒരു പരമാധികാര രാജ്യമാണ്. ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ആ രാജ്യത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കാനുള്ള ചുമതലയും അധികാരവുമുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വതന്ത്ര പരമാധികാര രാജ്യമായ അമേരിക്ക, കാരണം എന്തു തന്നെ ആയിരുന്നാലും ശരി, മറ്റൊരു സ്വതന്ത്ര പരമാധികാര രാജ്യമായ വെനിസ്വേലയിൽ കടന്നുകയറ്റം നടത്തി തലസ്ഥാനമായ കാരക്കാസിൽ ബോംബാക്രമണവും നടത്തിയതിനു ശേഷം പ്രസിഡന്റിനെയും പത്നിയും ബന്ദികളാക്കി മറ്റൊരു രാജ്യത്തേക്ക് അജ്ഞാത കേന്ദ്രത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നു എന്ന് പറയുമ്പോൾ ലോക വ്യവസ്ഥയെ തന്നെ കൊഞ്ഞനം കുത്തുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് അമേരിക്കയുടെ ഒരു ധിക്കാരപരമായ ഒരു നിലപാട്, എന്ത് ന്യായമാണ് കോസ്റ്റ് എന്ന് പറഞ്ഞാലും ശരി, ഇവിടെ ഒരു ധിക്കാരം കാണാം. കാരണം അമേരിക്ക പറയുന്ന കോസ്റ്റ് ഇതാണ്: ഫെന്റിനൽ ഉൾപ്പെടെയുള്ള നിരോധിത വസ്തുക്കൾ, മയക്കുമരുന്നുകൾ, ഡ്രഗ്, ഇതെല്ലാം തന്നെ അമേരിക്കയിലേക്ക് കടന്നു വരുന്നത് വെനിസ്വേലയിൽ ഉത്ഭവിക്കുകയും മെക്സിക്കോ വഴി അമേരിക്കയുടെ തെക്കൻ അതിർത്തി കടന്നുകൊണ്ട് അമേരിക്കയുടെ മണ്ണിലേക്ക് പ്രവേശിക്കുകയും അമേരിക്കൻ യുവത്വത്തെ ആകമാനം കാർന്നു തിന്നുകയും ചെയ്യുന്ന മയക്കുമരുന്ന് വിപത്ത്, അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടം. അതുതന്നെയാണ് എന്തായാലും അമേരിക്കയുടെ ഈ ഒരു നടപടിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ് ആണ് ഇപ്പോൾ വിവരങ്ങൾ അത് സംബന്ധിച്ച് പ്രതികരിച്ചത്. ഒപ്പം തന്നെ ഐസൻ ജോസ് ആണ് വിശദമായ വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നൽകിയത്.